നമസ്കാരം. രാജ്യത്തിന്റെ വിദേശ നാണ്യ വിദേശ സംഭാവന നിയമങ്ങൾ ലംഘിച്ചുവെന്നാരോപിച്ച് കാസർകോട്ടെ പ്രവാസിയുടെ വിദ്യാഭ്യാസ ട്രസ്റ്റിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചു. UAE ആസ്ഥാനമായുള്ള വ്യവസായിയും ചെയർമാനുമായ ഇബ്രാഹിം മുഹമ്മദ് അലിയിൽ നിന്നും 2021 മുതൽ കുനിയ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് നടത്തുന്ന കുഞ്ഞമ്മദ് മുസ്ലിയാർ മെമ്മോറിയൽ ട്രസ്റ്റിന് 220 കോടി രൂപ ലഭിച്ചുവെന്ന ആരോപണത്തിലാണ് അന്വേഷണം. വിദേശ നാണ്യവും വിദേശ സഹായ നിയമങ്ങളും ലംഘിച്ചതിനാണ് കാസർഗോഡ് സ്വദേശിയായ പ്രവാസിയുടെ വിദ്യാഭ്യാസ ട്രസ്റ്റിനെതിരെ ED അന്വേഷണം തുടങ്ങിയത്. 2010 FCRA നിയമപ്രകാരം രജിസ്ട്രേഷനോ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതിയോ ഇല്ല. പ്രത്യേക വിദേശ സംഭാവന അക്കൗണ്ട് തുറന്നിട്ടില്ലെന്നും ED വ്യക്തമാക്കി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം കാസർഗോഡ് ജില്ലയിലെ 2 സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ 4 വർഷത്തിനിടെ ലഭിച്ച 220 കോടി അൺസെക്യൂർഡ് ലോണായി അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയതായി കണ്ടെത്തി. എന്നാൽ വായ്പാ കരാറോ പലിശ നിബന്ധനകളോ തിരിച്ചടവ് ക്രമീകരണങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതുവരെ ₹1 പോലും തിരിച്ചടച്ചില്ലെന്നും ED പറയുന്നു. അൺസെക്യൂർഡ് ലോൺ രേഖകൾ, ക്യാഷ് ബുക്ക്, സാമ്പത്തിക രേഖകളടങ്ങിയ ഹാർഡ് ഡ്രൈവ് എന്നിവ ED പിടിച്ചെടുത്തു. UAE ആസ്ഥാനമായ യൂണിവേഴ്സൽ ലൂബ്രിക്കൻസ് LLCയിൽ നിന്നും പണം അയച്ചതായി ED കണ്ടെത്തി. വിദേശ ഫണ്ടിന്റെ ഭാഗം കാർഷിക ഭൂമി വാങ്ങാൻ ഉപയോഗിച്ചു. 2.49 കോടി ക്യാഷ് രൂപയിൽ ഏറ്റുവാങ്ങി. രണ്ടും ഫെമ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ്. ആഡംബര സൗകര്യങ്ങളോട് കൂടിയ IAS ട്രെയിനിംഗ് കോളേജാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. 2023 കുനിയയിൽ 100 ഏക്കർ ക്യാമ്പസിൽ ആരംഭിച്ച കോളേജ് ഇസ്ലാമിക് ശൈലി ഉൾക്കൊള്ളുന്ന വെളുത്ത കെട്ടിടങ്ങളും ഗുംബകളും ആർച്ചുകളും കൊണ്ട് ശ്രദ്ധേയമാണ്. 7 ബിരുദ കോഴ്സുകൾക്ക് പുറമെ സിവിൽ സർവീസ് പരിശീലനവും നൽകുന്നു. രാജ്യാന്തര നിലവാരത്തിലുള്ള സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കുമെന്നും IAS പ്രിലിമിനറി പരീക്ഷ വിജയിക്കുന്നവർക്ക് സ്റ്റൈപ്പൻഡോട് കൂടി പഠനം നൽകുമെന്നും അവകാശപ്പെടുന്നു. മികച്ച വിദേശ സർവകലാശാലകളുമായി ധാരണാപത്ര നടപടികൾ പുരോഗമിക്കുന്നുവെന്നും ട്രസ്റ്റ് അവകാശപ്പെടുന്നു. അതോടൊപ്പം IIT, മെഡിക്കൽ പ്രവേശന പരീക്ഷകൾക്കായി എൻട്രൻസ് അക്കാദമി, കോളേജ് ഓഫ് ലോ, നഴ്സിംഗ് കോളേജ്, ഫാർമസി കോളേജ് തുടങ്ങിയവ ആരംഭിക്കുമെന്നാണ് അവകാശവാദം. റെയ്ഡിന് ശേഷം ഈ പ്രഖ്യാപനങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നിയമപരമായ വ്യക്തത വേണമെന്ന നിലപാടിലാണ് അന്വേഷണ ഏജൻസി. FCRAയുടെ 2(1)H വകുപ്പ് പ്രകാരം പ്രവാസികൾ ഉൾപ്പെടെ വിദേശ ഉറവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും പണവും വിദേശ സംഭാവനയായി കണക്കാക്കപ്പെടും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത്തരം പണം സ്വീകരിക്കാൻ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അനുമതി നിർബന്ധമാണെന്ന് ED ചൂണ്ടിക്കാട്ടി. നിയമത്തിലെ സെക്ഷൻ 11 പ്രകാരം വിദ്യാഭ്യാസ, സാംസ്കാരിക, മത, സാമൂഹിക അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏതൊരു സംഘടനയും വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിന് മുമ്പ് FCRAയ്ക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്യുകയോ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് മുൻകൂർ അനുമതി തേടുകയോ വേണം. എന്നാൽ ട്രസ്റ്റ് ഇത് രണ്ടും ചെയ്തിട്ടില്ലെന്ന് ED അറിയിച്ചു. 220 കോടി രൂപയുടെ മുഴുവൻ വരവും പ്രത്യക്ഷത്തിൽ നിയമവിരുദ്ധമാണെന്നാണ് EDയുടെ നിരീക്ഷണം. ഇബ്രാഹിം മുഹമ്മദ് അലിയുടെ UAEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനമായ യൂണിവേഴ്സൽ ലൂബ്രിക്കൻസ് LLCയിൽ നിന്നാണ് പണം കൈമാറിയതെന്നും ED കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഫണ്ടുകൾ കണക്ക് പുസ്തകങ്ങളിൽ അൺസെക്യൂർഡ് ലോണുകൾ അഥവാ ഈടില്ലാത്ത വായ്പകളായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വായ്പാ കരാറുകളോ പലിശ നിബന്ധനകളോ തിരിച്ചടവ് ഷെഡ്യൂളോ ഉണ്ടായിരുന്നില്ലെന്നും ഇതുവരെ തിരിച്ചടവുകൾ നടത്തിയിട്ടില്ലെന്നും ED ചൂണ്ടിക്കാട്ടുന്നു. മാനുഷികപരമായ ഉദ്ദേശം ഉണ്ടായിരുന്നിട്ടും ധനസഹായം നൽകുന്ന രീതി 1999 ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് അഥവാ ഫെമ, FCRA എന്നിവയുടെ പ്രധാന വ്യവസ്ഥകൾ ലംഘിക്കുന്നുവെന്ന് ED ഉദ്യോഗസ്ഥർ പറയുന്നു. വിദേശ ഫണ്ടിന്റെ ഒരു ഭാഗം ഉപയോഗിച്ചാണ് ഇന്ത്യയിൽ കൃഷിഭൂമി വാങ്ങാൻ ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്നത്. നിലവിലുള്ള ഫെമ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഇതെന്നും ED ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഇബ്രാഹിം മുഹമ്മദ് അലിയിൽ നിന്നും ട്രസ്റ്റിന് 2.49 കോടി രൂപ പണമായി ലഭിച്ചതായും ഇത് ഫെമ വ്യവസ്ഥകളെ കൂടുതൽ ലംഘിക്കുന്നതാണെന്നും ഏജൻസി കൂട്ടിച്ചേർത്തു. അതായത് 2025 ജൂലൈ 31 ഏജൻസിയുടെ കൊച്ചി സോണൽ ഓഫീസിലെ ഉദ്യോഗസ്ഥർ കാസർഗോഡ് കുനിയയിൽ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട 2 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി. ഈ റെയ്ഡിലാണ് കഴിഞ്ഞ 4 വർഷത്തിനിടെ ട്രസ്റ്റിന് 220 കോടി രൂപ ലഭിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. വായ്പയായി കണക്കാക്കുക എന്നതായിരുന്നു ഉദ്ദേശമെങ്കിൽ റിസർവ് ബാങ്കിൽ നിന്നുള്ള ഔപചാരിക കരാറുകളും ക്ലിയറൻസും ആവശ്യമായി വരുമായിരുന്നു. പ്രത്യേകിച്ചും ഫെമ പ്രകാരം അതിർത്തി കടന്നുള്ള വായ്പയ്ക്ക് ഇത് നിർബന്ധമാണ്.